ഹലോ ഓൾ, വെൽക്കം ടു മൈ മെന്റർ PSC. നമ്മളിപ്പോൾ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കാണല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 3 ക്ലാസ്സുകളായിട്ട് നമ്മൾ പല കാര്യങ്ങൾ നോക്കി. കേരളത്തിലെ ജയിലുകളും അതിൻ്റെ ഘടനകൾ നോക്കി, പ്രവർത്തന രീതികളും ഒക്കെയാണ് നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ആദ്യത്തെ ഒരു പാർട്ടിൽ 5 മാർക്കിന് ചോദിക്കുന്നത് അല്ലേ. അതിൽ പ്രധാനപ്പെട്ട നിയമമാണ് 2010 കേരള പ്രിസൺ ആൻഡ് കറക്ഷണൽ സർവീസസ് മാനേജ്മെൻറ്റ് ആക്ട് അല്ലേ. അതിൽ ലാസ്റ്റ് ക്ലാസ്സാണ് 20 അധ്യായങ്ങളുള്ള ഒരു വലിയ നിയമമാണ്. ആ നിയമത്തിൽ വരുന്ന അവസാനത്തെ കുറച്ച് ഭാഗങ്ങൾ, കുറച്ച് 5 അധ്യായം കൂടിയാണ് നമുക്കിനി നോക്കാനുള്ളത്. വലിയ പ്രയാസമൊന്നുമില്ല, എളുപ്പത്തിൽ തീരുന്ന കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ അതിൻ്റെ ഒരു ലാസ്റ്റ് പാർട്ട് നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 15-ാമത്തെ അധ്യായം വരെ നോക്കി. 15-ാമത്തെ അധ്യായം വരെ നോക്കിയിട്ടുണ്ട്. ഇനി അത് നിങ്ങൾ നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്, ബാക്കിയുള്ള 3 ക്ലാസ്സുകളും ഓൾറെഡി നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അതുകൂടി നിങ്ങളൊന്ന് കാണണം. ഇന്നത്തെ ക്ലാസ്സിൻ്റെ PDF എല്ലാ ദിവസവും പറയുന്നത് പോലെ തന്നെയാണ്. നിങ്ങൾക്ക് ഈ PDF മൈ മെന്റർ PSC ആപ്പിൻ്റെ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആയിരിക്കും. ഡൗൺലോഡ് ചെയ്ത് പഠിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് 16-ാമത്തെ അധ്യായത്തിലേക്ക് പോവാം. 16-ാമത്തെ അധ്യായം പറയുന്നത് ഇളവ് ചെയ്യലും പരോളും അവധി കഴിഞ്ഞുള്ള താമസിക്കലും കാലാവധി തികയുന്നതിന് മുമ്പുള്ള മോചനവും. 16-ാമത്തെ അധ്യായത്തിൽ ഇത്രയും കാര്യങ്ങൾ ഒന്നിച്ചാണ് പറയുന്നത്. എന്തൊക്കെയാണ്? ശിക്ഷാവിധിയിൽ എന്തെങ്കിലും ഇളവ് ചെയ്യുകയാണെങ്കിൽ അത്, പിന്നെ അവധി നൽകുന്നത്, പരോളുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ, ഇനി കാലാവധി കഴിയുന്നതിന് മുമ്പ് ആരെങ്കിലും മോചിപ്പിക്കണം, അതുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളൊക്കെ 16-ാമത്തെ അധ്യായത്തിലാണ് പറയുന്നത്. നമ്മൾ നോക്കുന്നത് സെക്ഷൻ 73 പരോളിൽ വിട്ടയക്കലുമായി ബന്ധപ്പെടുന്ന സെക്ഷൻ. അപ്പോൾ ഒരു വ്യക്തിയെ നമുക്കറിയാം, പല തടവുകാരെയും എന്ത് ചെയ്യാറുണ്ട്? പരോളിൽ വിട്ടയക്കാറുണ്ട്. ചില സമയത്ത് ചില ആവശ്യങ്ങൾ, അവർക്ക് പേഴ്സണലി ചില കാര്യങ്ങൾ, വീടിൽ എന്തെങ്കിലും ആവശ്യം വരുന്ന സമയത്തൊക്കെ എന്തെങ്കിലും ആവശ്യം അനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന രീതിയിൽ പരോളിൽ വിട്ടയക്കുന്നുണ്ട്. അപ്പം അതുമായി ബന്ധപ്പെടുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 73-ാമത്തെ സെക്ഷനാണ്. അത് സംസ്ഥാന സർക്കാരാണ് അനുമതി നൽകുന്നത്. സംസ്ഥാന സർക്കാരിനാണ് അതിനുള്ള അധികാരം വരുന്നത്. നിർണയിക്കപ്പെടാവുന്ന വ്യവസ്ഥകൾക്ക് വിധേയമായി, എല്ലാ കാര്യങ്ങൾക്കും നമ്മൾക്ക് വ്യവസ്ഥകൾക്ക് വിധേയമായിക്കൊണ്ട് ഉചിതമെന്നു തോന്നുന്ന കാലാവധിയിലേക്ക്, എത്രയാണ്? ഉചിതമെന്ന് തോന്നുന്ന കാലാവധിയിലേക്ക് ഏതൊരു ശിക്ഷിക്കപ്പെട്ട തടവുകാരനെയും എന്തെങ്കിലും ഗുരുതരമായ അസുഖമോ തടവുകാരൻ്റെ കുടുംബത്തിലെ ഏതെങ്കിലും അംഗത്തിൻ്റെ അല്ലെങ്കിൽ അടുത്ത ബന്ധുവിൻ്റെയോ മരണമോ മറ്റെന്തെങ്കിലും മതിയായ കാരണം ഉള്ള സാഹചര്യത്തിൽ എന്ത് ചെയ്യാവുന്നതാണ്? പരോളിൽ വിട്ടയക്കാവുന്നതാണ്. അപ്പം ഒരു തടവുകാരനെ, ഏതെങ്കിലും ഒരു തടവുകാരനെ അല്ലെങ്കിൽ തടവുകാരി XY ആര് തന്നെ ആയാലും എന്തൊക്കെ സാഹചര്യങ്ങളിലാണ്? എന്തെങ്കിലും ഗുരുതരമായ അസുഖം ഉണ്ടാവുന്ന സമയത്തോ, അല്ലെങ്കിൽ ഏതെങ്കിലും തടവുകാരൻ്റെ കുടുംബത്തിൽ എന്തെങ്കിലും അത്യാവശ്യം ഉചിതമെന്ന് തോന്നുന്ന സമയമാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാറുള്ളൂ? പരോളിൽ വിട്ടയക്കാറുള്ളൂ. അതിനുള്ള ഉത്തരവാദിത്തം അല്ലെങ്കിൽ അതിനുള്ള ഒരു പരോളിൽ വിടാനുള്ള അധികാരം ആർക്കാണ്? സംസ്ഥാന സർക്കാരിനാണ്. അപ്പോൾ സംസ്ഥാന സർക്കാരാണ് ഒരാളിൻ്റെ പരോളുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ച് എന്ത് ചെയ്യുന്നത്? തീരുമാനമെടുക്കുന്നത്. സെക്ഷൻ എത്രയാണ്? സെക്ഷൻ 73 ക്ലിയർ ആണല്ലോ. അപ്പം പരോളിൽ വിട്ടയക്കുന്നതുമായിട്ട് ബന്ധപ്പെടുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 73. അങ്ങനെയാണെങ്കിൽ സെക്ഷൻ 74 എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? പരോളിന്റെ കാലാവധി കഴിഞ്ഞതിന് ശേഷം തടവുകാരൻ സ്വയം ഹാജരാകണം എന്ന് പറയുന്ന സെക്ഷൻ 74. 73 പറയുന്നു ഒരാളെ പരോളിൽ വിടുന്നു. ആ പരോളിന്റെ കാലാവധി തീർന്നു കഴിഞ്ഞാൽ തിരിച്ച് അയാൾ എവിടെ ചെല്ലണം? ഈ പറയുന്ന ഏത് ജയിലിലാണോ പുള്ളി അല്ലെങ്കിൽ പാർപ്പിച്ചിട്ടുള്ളത് അവിടെ എത്തണം, അവിടെ ഹാജരാകണം എന്ന് പറയുന്ന സെക്ഷൻ 74. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ 73-ാം വകുപ്പ് പ്രകാരം പരോളിൽ വിട്ടയച്ചൊരു തടവുകാരനുണ്ടെങ്കിൽ അയാൾ ഏത് കാലാവധിക്കാണോ അയാളിൽ പരോളിൽ വിട്ടയച്ചത്, ആ കാലാവധി തീരുന്ന മുറയ്ക്ക് അയാളെ ഏതു പ്രിസണിൽ നിന്നാണോ വിട്ടയച്ചത് ആ പ്രിസണിലുള്ള ചാർജുള്ള ഉദ്യോഗസ്ഥൻ മുമ്പാകെ എന്ത് ചെയ്യണം? സ്വയം കീഴടങ്ങേണ്ടതാണ്. അപ്പം ഏതൊരു വ്യക്തിയെയും തടവുകാരെയും എന്ത് ചെയ്യുക? പരോളിൽ വിട്ടയച്ചു കഴിഞ്ഞാൽ തിരിച്ച് ആ ഒരു കാലാവധിക്ക് ശേഷം ഏത് പ്രിസണിൽ നിന്നാണോ അയാളെ പോയിട്ടുള്ളത് ആ പ്രിസണിലെ ഉത്തരവാദിത്തപ്പെട്ട ചാർജുള്ള ഉദ്യോഗസ്ഥന് മുമ്പാകെ എന്ത് ചെയ്യണം? ഹാജരാവണം എന്ന് പറയുന്നു. ഏത് സെക്ഷൻ? സെക്ഷൻ 74. ഇനി ഈ പറയുന്ന ആവശ്യപ്പെടുന്ന പ്രകാരം ഒരു തടവുകാരൻ കീഴടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ അയാളെ എന്ത് ചെയ്യാൻ കഴിയും?
വാറന്റ് ഇല്ലാതെ ഏതൊരു പോലീസ് ഉദ്യോഗസ്ഥനും അറസ്റ്റ് ചെയ്യാവുന്നതും ഒരു ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കുന്നതിനും അദ്ദേഹം അയാളുടെ ശിക്ഷയുടെ ബാക്കി ഭാഗം അനുഭവിക്കുന്നതിന് കമ്മിറ്റ് ചെയ്യേണ്ടതുമാണ്. അപ്പം സ്വാഭാവികമാണ്, പരോളിൽ ഇറങ്ങിയ പ്രതി എന്ത് ചെയ്യുന്നില്ല, തിരിച്ച് ജയിലിൽ ഹാജരായിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വാറന്റ് ഇല്ലാതെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഇയാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ജുഡീഷ്യൽ മുമ്പാകെ ഹാജരാക്കുക, ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ബാക്കി ശിക്ഷാവിധി അനുഭവിക്കുന്നതായിട്ട് ജയിലിലേക്ക് പറഞ്ഞുവിടുക. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ നോക്കുക. സെക്ഷൻ 74 ഈ പറയുന്ന വ്യക്തി എന്ത് ചെയ്യണം, പരോളിൽ വിട്ടതിന് ശേഷം കാലാവധി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, സ്വയം ഹാജരാവണം. ഇനി ഹാജരായില്ല എന്നുണ്ടെങ്കിൽ, കീഴടങ്ങി ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ് ശിക്ഷ എന്നുള്ളതാണ് നമ്മുടെ ഏത് സെക്ഷൻ 75. 75ാമത്തെ സെക്ഷൻ പറയുന്നു, ഈ പറയുന്ന പരോൾ കാലാവധിക്ക് ശേഷം കീഴടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വീഴ്ച വരുത്തിയാൽ, അങ്ങനെ വരുത്തിയാലുള്ള ശിക്ഷാ കാലാവധിയെക്കുറിച്ച് ചോദിച്ചാൽ ഏതൊരു തടവുകാരനും 2 വർഷം വരെയാകുന്ന കാലയളവിലേക്കുള്ള തടവോ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിയോ. അപ്പം ഈ 74ാം വകുപ്പ് പ്രകാരം സ്വയം ഹാജരാകാൻ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ, കീഴടങ്ങാൻ തയ്യാറായിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ് ശിക്ഷാ നടപടി എന്ന് പറയുന്നത്, 2 വർഷം വരെയാകാവുന്ന കാലയളവിലേക്കുള്ള തടവും പിഴയും അല്ലെങ്കിൽ എന്താണ് രണ്ടും കൂടി ഒരുമിച്ച് അനുഭവിക്കേണ്ടി വരും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ തടവുകാരൻ ഏത് കുറ്റത്തിനാണോ എന്താണ് കുറ്റങ്ങൾക്ക് വേണ്ടിയാണോ നൽകിയിട്ടുള്ള ശിക്ഷയാണ് അയാൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിന് പുറമെയാണിത്. അപ്പം അദ്ദേഹത്തിന് ഓൾറെഡി ഇപ്പോൾ ഏതൊരു വ്യക്തിയായാലും തടവ് ശിക്ഷയ്ക്ക് അനുഭവിക്കാൻ ഒരു കുറ്റക്കാരനൊരു ശിക്ഷ ഉണ്ടാവും. ആ ശിക്ഷ കൂടാതെ അതിന് പുറമെയാണ് എന്ത് ചെയ്യണം, ഈ പറയുന്ന 2 വർഷക്കാലത്തേക്ക് തടവും അല്ലെങ്കിൽ എന്ത് ചെയ്യണം, പിഴ കൂടി നൽകേണ്ടിയിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പം അങ്ങനെ ഈ പറയുന്ന ശിക്ഷ ചുമത്തുന്ന സമയത്ത് തടവുകാരൻ്റെ നിയന്ത്രണത്തിന് അതീതമായ എന്തെങ്കിലും ലഘൂകരിക്കാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് കോടതി കണക്കിലാക്കി എന്നാന്ന് വെച്ചാൽ ആ ഒരു ബാക്കിയുള്ള ഭാഗങ്ങൾ, ഇയാൾ പരോളിൽ വിട്ടതിന് ശേഷം എന്തുകൊണ്ട് തിരിച്ച് കയറിയില്ല, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ കോടതി നിരീക്ഷിച്ചതിന് ശേഷം മാത്രമാണ് ഇത്തരത്തിലൊരു വിധിയൊക്കെ വരുന്നത്. അപ്പോൾ എന്താണ്, പരോളിൽ വിട്ടു തിരിച്ച് വന്നില്ല, കീഴടങ്ങാൻ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ 2 വർഷത്തെ എന്താണ് തടവോ അല്ലെങ്കിൽ എന്താണ് പിഴയോ, ഇതും അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കും. ഏത് സെക്ഷനാണ്? സെക്ഷൻ 75 ആണ്. അപ്പോൾ 73 നോക്കി, 74 നോക്കി, 75 നോക്കി. ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്തത് 76ാമത്തെ സെക്ഷൻ പറയുന്നു, ഉത്തരവും പരോളും റദ്ദാക്കലുമായി ബന്ധപ്പെടുന്ന സെക്ഷൻ. എന്താണ്? ഉത്തരവും പരോളും റദ്ദാക്കുന്നതുമായി ബന്ധപ്പെടുന്ന സെക്ഷനാണ്. സെക്ഷൻ എത്രയെന്ന് പറയുന്നത്? 76 എന്ന് പറയുന്നത്. മതിയായ കാരണം കൂടാതെ ഏതെങ്കിലും ഒരു തടവുകാരൻ ഏത് ഉപാധിയിന്മേലാണോ പരോളിൽ അയച്ചത് അതിലെന്തെങ്കിലും ഉപാധി പാലിക്കപ്പെടാതെ ഇരുന്നാൽ, അപ്പം എന്തെങ്കിലും ഉപാധി പാലിക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ സർക്കാരിനോ അല്ലെങ്കിൽ ക്ഷമതയുള്ള അധികാര സ്ഥാനത്തിനോ അയാൾക്ക് പരോൾ അനുവദിച്ച ഉത്തരവ് റദ്ദാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ ഒരു വ്യക്തിയെ പരോളിലേക്കൊക്കെ വിടുമ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടായിരിക്കും അല്ലെങ്കിൽ ചില മാനദണ്ഡങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും വിടുന്നത്. അദ്ദേഹത്തിന് ഉപാധികൾ വെച്ചുകൊണ്ടായിരിക്കും ഒരാളെ എന്ത് ചെയ്യുന്നത്, പരോളിൽ വിടുന്നത്. ഈ പറയുന്ന വ്യക്തി എന്താണ്, ആ ഉപാധികൾ പാലിക്കപ്പെട്ടില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒന്നുകിൽ സർക്കാരിന് അല്ലെങ്കിൽ അധികാരപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക്, അതായത് ഉത്തരവാദിത്തപ്പെട്ട ഈ പറയുന്ന ഇതിൽ റദ്ദാക്കാനൊക്കെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന വ്യക്തിക്ക് ഈ പറയുന്ന പരോൾ ഉത്തരവ് എന്ത് ചെയ്യാൻ കഴിയും, റദ്ദാക്കാൻ കഴിയും എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 76. അപ്പോൾ പരോൾ ഉത്തരവ് റദ്ദാക്കുന്നതുമായി ബന്ധപ്പെടുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 76 ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ പരോളുമായി ബന്ധപ്പെട്ട് ക്ലിയർ ആണ്. ഇനി അടുത്തത് 77ാമത്തെ സെക്ഷനാണ്. 77ാമത്തെ സെക്ഷനാണ് എന്താണ്? കാലാവധി തീരുന്നതിന് മുമ്പുള്ള മോചനം, അല്ലേ? കാലാവധി കഴിയുന്നതിന് മുമ്പുള്ള മോചനവുമായി ബന്ധപ്പെടുന്ന സെക്ഷനാണ് സെക്ഷൻ 77. നിങ്ങൾക്ക് ഈ ക്ലാസ്സിലെ തുടക്കം തൊട്ട് നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ കഴിഞ്ഞ സെക്ഷനൊക്കെ പഠിച്ചതുപോലെയല്ല, കുറച്ചും കൂടി നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന കാര്യമാണ്. നമ്മൾ ഈ പരോളുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കുറേ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ ആ സിനിമയിൽ കൂടെ കണ്ടിട്ടുണ്ട്, അല്ലാതെ വാർത്തകളിൽ കൂടെ ഒക്കെ കാണുന്നതാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഇത് കേട്ടിട്ടുള്ളത് കൊണ്ട് പഠിക്കാൻ പെട്ടെന്ന് തന്നെ നമുക്ക് പഠിച്ചു പോകാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ സെക്ഷൻ എത്രയാണ് നമ്മൾ നോക്കുന്നത്? 77 അല്ലേ? 77 കാലാവധി തികയുന്നതിന് മുമ്പുള്ള മോചനം എങ്ങനെയാണ് എന്ന് വെച്ചാൽ, നന്നായി പെരുമാറുന്ന ദീർഘകാലത്തേക്ക് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള തടവുകാരെ അവരുടെ സ്വഭാവ ദൂഷ്യങ്ങൾ നീക്കം ചെയ്യലും പുനരധിവാസവും ലക്ഷ്യമാക്കി കാലാവധി തികയുന്നതിന് മുമ്പ് സർക്കാരിന്
സ്വമേധയോ അല്ലെങ്കിൽ നിർണയിക്കപ്പെടാവുന്ന പ്രകാരമുള്ള ഒരു ഉപദേശക സമിതിയുടെ ശുപാർശ പ്രകാരമോ എന്ത് ചെയ്യാൻ കഴിയുന്നതാണ്, മോചിപ്പിക്കാൻ കഴിയുന്നതാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരു സമിതി, ഒരു ഉപദേശക സമിതി ഉണ്ടാകും. ആ സമിതി ശുപാർശ ചെയ്യുന്ന അനുസരിച്ച് എന്ത് ചെയ്യാൻ കഴിയും, ഒരു വ്യക്തിയെ മോചിപ്പിക്കാൻ കഴിയും. അപ്പം തടവിൽ പാർപ്പിച്ചിട്ടുള്ള ആൾക്കാരുടെ സ്വഭാവത്തിലൊക്കെ മാറ്റം വരും. നല്ല നടപ്പ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഒരാൾ ഒരു വലിയ കുറ്റമൊക്കെ ചെയ്തിട്ട് വന്നതാണ്, പക്ഷെ അയാൾ ഒരു സമയം കഴിഞ്ഞപ്പോഴേക്കും നല്ല രീതിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ അയാളെ കാലാവധി തീരുന്നതിന് മുമ്പ് മോചിപ്പിക്കണമെന്നുള്ള തീരുമാനം ഒന്നുകിൽ സംസ്ഥാന സർക്കാരിന് സ്വയം എടുക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഉപദേശക സമിതി ഉണ്ടാവും. ആ ഉപദേശക സമിതിയുടെ തീരുമാനം അനുസരിച്ച് എന്ത് ചെയ്യാൻ കഴിയും, കാലാവധി തീരുന്നതിന് മുമ്പ് മോചിപ്പിക്കാൻ കഴിയുമെന്ന് പറയുന്ന സെക്ഷൻ എത്രയാണ്, 77. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇങ്ങനെ തീരുമാനിക്കുന്ന ഉപദേശക സമിതിക്ക് നിർണയിക്കപ്പെടാവുന്ന പ്രകാരമുള്ള അധികാരങ്ങളും ചുമതലകളും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അവിടെ ഒരു ഉപദേശക സമിതി രൂപീകരിക്കുമ്പോൾ അവർക്ക് അവരുടേതായ കുറച്ച് ചുമതലകൾ ഉണ്ടാവും, ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഇത്രയും അറിഞ്ഞാൽ മതി. കാലാവധി തീരുന്നതിന് മുമ്പ് ഒരു വ്യക്തിയെ പുറത്തേക്ക് വിടണമെന്നുണ്ടെങ്കിൽ അത് സംസ്ഥാന സർക്കാരിനോ അതുമല്ലെങ്കിൽ ഒരു ഉപദേശക സമിതി ഫോം ചെയ്ത് തീരുമാനിക്കാൻ കഴിയുന്നതാണ് എന്ന് ഏത് സെക്ഷനാണ്, സെക്ഷൻ 77. അപ്പോൾ 75, 76, 77 ഒക്കെ നമ്മൾ പഠിച്ചു. ക്ലിയർ ആണല്ലോ. ഓക്കെ. അപ്പം അത്രയും കാര്യങ്ങളാണ് അധ്യായം 16 വരുന്നത്. അപ്പം 16 പരോളുമായി ബന്ധപ്പെടുന്നത്, അതുപോലെ തന്നെ അവധി, കാലാവധി തീരുന്നതിന് മുമ്പുള്ള മോചനം, ഇതൊക്കെ ഏത് സെക്ഷനാണ്, 16ാമത്തെ അധ്യായത്തിൽ 74, 75, 76, 77 നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ക്ലിയർ ആണല്ലോ. ഓക്കെ. ഇത് നമ്മൾ അധ്യായം 17ലേക്ക് പോവുകയാണ്. അധ്യായം 17 പറയുന്നു അവധിയും അകമ്പടി സന്ദർശനവും. അവധി എന്താണ്, അകമ്പടി സന്ദർശനം എന്താണെന്നൊക്കെ നമ്മൾ രണ്ടാമത്തെ ക്ലാസ്സിൽ, ആദ്യത്തെ ക്ലാസ് നമ്മൾ ജയിൽ വകുപ്പുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളാണ് പഠിച്ചത്. അകമ്പടി സന്ദർശനത്തിൻ്റെ ഡെഫിനിഷനൊക്കെ നമ്മൾ എവിടെയാണ് പഠിച്ചത്, രണ്ടാമത്തെ ക്ലാസ്സിൽ. ഈ നിയമം തുടങ്ങിയപ്പോൾ നമ്മൾ നിർവചനങ്ങളിൽ പഠിച്ചു പോയതാണ്. ഇപ്പോൾ ഈ അധ്യായത്തിൽ നമുക്ക് അവധിയെക്കുറിച്ചും അകമ്പടി സന്ദർശനത്തെക്കുറിച്ചും എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് നോക്കാം. അതിൽ സെക്ഷൻ 78 അവധി എന്നതിനെക്കുറിച്ച് പറയുന്നത്. എന്താണ് അവധി? അപ്പോൾ അവധിയെക്കുറിച്ച് എന്തൊക്കെയാണ് പറയുന്നത്, നന്നായി പെരുമാറുന്നതും അർഹരുമായ ശിക്ഷിക്കപ്പെട്ട തടവുകാർക്ക് അവരുടെ ഉത്തമ പുനരധിവാസത്തിനും പുനഃസാമൂഹിക സംസർഗവും ലക്ഷ്യമാക്കി നല്ല പെരുമാറ്റത്തിനും സംശുദ്ധീകരണ സന്മാർഗീകരണ നടപടികളോടുള്ള പ്രതികരണത്തിനുമുള്ള പ്രോത്സാഹനം എന്ന നിലയിൽ നിർണയിക്കപ്പെടാവുന്ന രീതിയിലും ഉപാധികൾക്കും വിധേയമായി അവധി നൽകാവുന്നതാണ്. ഒന്നുമില്ല, തടവിലാക്കപ്പെട്ടൊരു വ്യക്തി, അവർക്ക് അവിടെ കുറച്ച് സന്മാർഗീകര പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അവരുടെ പുനരധിവാസത്തിന് വേണ്ടി പല കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന പ്രിസണുകളിൽ നടക്കുന്നുണ്ട്. ഇതിനോടൊക്കെ നല്ല രീതിയിൽ പ്രതികരിക്കുകയും അതിനോടൊക്കെ എന്താ പറയുന്നത് ഒത്തുപോവുകയും ചെയ്യുന്നു. അവർക്ക് കുറച്ച് മാറ്റം വേണമെന്നൊക്കെ തോന്നുന്ന രീതിയിലേക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ ഒരു വ്യക്തിക്ക് വരുവാണെങ്കിൽ ആ ഒരു സമയത്ത് ഈ ഒരു വ്യക്തിക്ക് അവരുടെ ഒരു എന്താ പറയുന്നത് പുനരധിവാസത്തിനും ഒക്കെ പ്രോത്സാഹനം എന്ന രീതിയിൽ എന്ത് ചെയ്യാം, വേണമെങ്കിൽ സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന അവധി കൊടുക്കാവുന്നതാണ്. എങ്ങനെയാണ്, ഒരു ഉപാധികൾ വെച്ചുകൊണ്ടാണ് അവധി കൊടുക്കുന്നതും പരോളി വിടുന്ന പോലെയൊക്കെ തന്നെയാണ്. ഉപാധികൾക്ക് അടിസ്ഥാനമാക്കി എന്ത് ചെയ്യാൻ പറ്റും, അവധി അനുവദിക്കാവുന്നതാണ് എന്ന് നോക്കാം. ഈ പറയുന്ന തടവുകാർക്ക് നൽകിയിട്ടുള്ള എല്ലാ തരങ്ങളിലുമുള്ള പരോളും ഇളവ് ചെയ്യലും അവധിയും യാതൊരു സംഗതിയിലും ശിക്ഷയുടെ 1/3 കവിയാൻ പാടുള്ളതല്ല. ഇനി പരോളായാലും അവധിയായാലും ഇവർക്കിത് നൽകുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഇവർക്ക് ഏതാണോ ഒരു ശിക്ഷാവിധി ഓൾറെഡി ഉണ്ടാവും, ഇവരുടെ ഒരു പ്രിസണിലേക്ക് പോകുമ്പോൾ ശിക്ഷ നടപ്പാക്കുന്നുണ്ടാവും, ആ ശിക്ഷയുടെ 1/3 എന്ത് ചെയ്യാൻ പാടില്ല, കവിയാത്ത രീതിയിലുള്ള അവധിയോ പരോളോ ഒക്കെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അനുവദിക്കാൻ പാടുള്ളൂ. ക്ലിയർ ആണല്ലോ. അപ്പോൾ അവധി അനുവദിച്ചാൽ തന്നെ അവരുടെ ശിക്ഷയുടെ 1/3 കവിയാൻ പാടില്ല എന്നും കൂടി നിങ്ങൾ ഓർക്കുക. അവധിയുടെ ആ തരവും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട സംഗതികളും നിർണ്ണയിക്കപ്പെടാവുന്ന പ്രകാരമായിരിക്കേണ്ടതാണ്. ഒന്നുമില്ല, നമ്മുടെ നിയമങ്ങൾക്ക് വിധേയമായിക്കൊണ്ടായിരിക്കണം, ഈ ആക്റ്റുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ടായിരിക്കണം എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ആളുകൾക്ക് അവധി നൽകാനെന്നുള്ളതാണ്. അപ്പോൾ അവധിയുമായി ബന്ധപ്പെടുന്ന സെക്ഷൻ എത്രയാണ്, സെക്ഷൻ 78. സെക്ഷൻ 78ാമത്തെ സെക്ഷൻ എന്താ പറയുന്നത്, അവധിയുമായി ബന്ധപ്പെടുന്ന സെക്ഷനാണ്. ഇനി അടുത്തത് സെക്ഷൻ 79. സെക്ഷൻ 79 എന്താണ്, അകമ്പടി സന്ദർശനം. നമ്മൾ അകമ്പടി സന്ദർശനം എന്താണെന്ന് ഓൾറെഡി നമ്മൾ
പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഏതെങ്കിലും ഒരു തടവുകാരന് എന്ത് ചെയ്യാൻ പറ്റും? ഏതെങ്കിലും ഒരു ആവശ്യത്തിന് പോകണം എന്നുണ്ടെങ്കിൽ അവധി നൽകാൻ കഴിയാത്ത തടവുകാർ, അവധിയോ പരോളോ ഒന്നും അനുവദിക്കാൻ കഴിയാത്ത തടവുകാരുണ്ട്. അങ്ങനെയുള്ള തടവുകാർക്ക് എന്തെങ്കിലും കാരണത്തിന് ഒരു സ്ഥലത്ത് പോകണം, എന്തെങ്കിലും ആവശ്യകത ഉണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്രയൊഴികെ 24 മണിക്കൂർ കവിയാത്ത രീതിയിൽ കൊടുക്കുന്ന ഒരു അകമ്പടിയോട് കൂടിയുള്ള സന്ദർശനമാണ് അകമ്പടി സന്ദർശനം. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച കാര്യമാണ്. ഓക്കെ, അപ്പം ഒന്നും കൂടി പറയാം. യാത്രാ സമയം ഒഴിവാക്കി ഏറ്റവും കൂടുതൽ 24 മണിക്കൂർ, മാക്സിമം 24 മണിക്കൂർ സമയത്തേക്ക് അകമ്പടിയോടുകൂടി ചട്ടങ്ങൾ നിർണ്ണയിക്കപ്പെടാവുന്ന സാഹചര്യങ്ങളിൽ ബന്ധുക്കൾ മുതലായവരെ സന്ദർശിക്കുന്നതിന് അനുമതി നൽകാൻ കഴിയുന്നതാണ്. അപ്പം ചട്ടങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് ഇത്തരത്തിൽ അകമ്പടി സന്ദർശനത്തിന് അനുമതി നൽകാൻ കഴിയും. ഈ പറയുന്ന യാത്ര വരുന്ന സമയത്ത് വഴിമധ്യേ രാത്രിയായി താമസിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഏത് ജയിലാണോ ഉള്ളത് അവിടെ വേണം എന്ത് ചെയ്യാൻ? ഈ പറയുന്ന വ്യക്തിയെ പാർപ്പിക്കാനായിട്ട്. അപ്പം ജയിലുള്ളിടത്ത് അയാൾ അവിടെ തടവിലാക്കേണ്ടിയും ജയിലില്ലാത്ത സ്ഥലങ്ങളിൽ അടുത്തുള്ള പോലീസ് ലോക്കപ്പിലും പാർപ്പിക്കേണ്ടതാണ്. അപ്പം അകമ്പടി സന്ദർശനവുമായിട്ട് പോകുന്ന സമയത്ത് യാത്രയൊക്കെ രാത്രിയിലാകണമെന്നുണ്ടെങ്കിൽ തടവുകാരെ എന്ത് ചെയ്യണം? ഏറ്റവും അടുത്തുള്ളൊരു പ്രിസണിൽ പാർപ്പിക്കണം. അതുമല്ലെങ്കിൽ ജയിലില്ലാത്ത പ്രിസൺ ഇല്ലാത്ത സ്ഥലങ്ങളാണെങ്കിൽ എന്ത് ചെയ്യണം? ഒരു പോലീസ് ലോക്കപ്പ്, ഏത് പോലീസ് സ്റ്റേഷനാണോ ആ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ലോക്കപ്പിൽ എന്ത് ചെയ്യണം? പാർപ്പിക്കണം എന്ന് ഏത് സെക്ഷൻ പറയുന്നു? സെക്ഷൻ 79. അപ്പോൾ 78ഉം 79ഉം അവധിയെക്കുറിച്ചും അകമ്പടി സന്ദർശനത്തെക്കുറിച്ചുമാണ് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ 2 സെക്ഷൻ ക്ലിയർ ആണ്. 17ാമത്തെ അധ്യായമാണ് നമ്മൾ പഠിച്ചത് അല്ലേ? അവധിയും അകമ്പടി സന്ദർശനവുമായി ബന്ധപ്പെട്ട അധ്യായം. ഇനി നമുക്ക് 18ാമത്തെ അധ്യായം നോക്കാം. 18ാമത്തെ അധ്യായം എന്ന് പറയുന്നത് പരാതി പരിഹാര സംവിധാനമാണ്. പരാതി പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ളൊരു സംവിധാനത്തെക്കുറിച്ചാണ് അധ്യായം 18 പ്രതിപാദിക്കുന്നത്. അതിൽ നമുക്ക് 80ാമത്തെ സെക്ഷൻ നോക്കാം. തടവുകാരുടെ പരാതികൾ പരിഹരിക്കലുമായി ബന്ധപ്പെടുന്ന കാര്യം. അപ്പം തടവുകാർക്ക് എന്തെങ്കിലുമൊക്കെ പരാതികളോ, ഇപ്പം ഒരു പ്രശ്നത്തിൽ തന്നെ പല കാര്യങ്ങളുണ്ടാവും. അപ്പം അത്തരത്തിൽ ഏതെങ്കിലും തടവുകാരിൽ നിന്ന് പരാതികളോ നിവേദനങ്ങളോ സ്വീകരിച്ചാൽ ഒരു പരാതി പരിഹാര സമിതി ഉണ്ടാവും. അപ്പം സർക്കാർ ഉത്തരവിൽ എന്ത് ചെയ്യണം? ഒരു പരാതി പരിഹാര സമിതി ഈ പറയുന്ന പ്രശ്നങ്ങളിൽ എന്ത് ചെയ്യണം? രൂപീകരിക്കേണ്ടതാണ് എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 80. 80 പറയുന്നു പ്രശ്നങ്ങളിൽ എന്തുണ്ടാവണം? ഒരു പരാതി പരിഹാര സമിതി ഉണ്ടാവണം. ഈ സമിതി 3 മാസത്തിൽ ഒരിക്കലോ ആവശ്യമെങ്കിൽ അതിൽ കൂടുതൽ പ്രാവശ്യമോ എന്ത് ചെയ്യണം? യോഗം ചേരേണ്ടതും പരാതികളും നിവേദനങ്ങളും പരിശോധിക്കുന്നതിലേക്കായി നിർണ്ണയിക്കപ്പെടാവുന്ന പ്രകാരമുള്ള നടപടിക്രമങ്ങൾ അനുവർത്തിക്കേണ്ടതുമാണ് എന്ന് നിയമത്തിൽ പറയുന്നു. അപ്പം പരാതി പരിഹാര സമിതിയുണ്ട്. ഈ സമിതി ഒന്നുകിൽ 3 മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ അതിൽ കൂടുതൽ കൂടി ചേരുക. എന്നിട്ട് എന്തൊക്കെയും നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ അത്തരം നിർദ്ദേശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക. പരാതികൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് മേലെയുള്ള നടപടികളൊക്കെ സ്വീകരിക്കാനുള്ള സംവിധാനം ഒരുക്കണമെന്നും ഈ പറയുന്ന 80ാമത്തെ സെക്ഷൻ്റെ 2ാമത്തെ സബ്സെക്ഷൻ പറയുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത്തരമുള്ള പരാതികളും നിർദ്ദേശങ്ങളുമൊക്കെ എന്ത് ചെയ്യണം? ഈ സമിതിയുടെ തീരുമാനം യോഗം ചേർന്ന് തീയതി മുതൽ 2 ആഴ്ചയ്ക്കുള്ളിൽ തുടർ നടപടികൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആർക്ക് അയച്ചു കൊടുക്കണം? ജയിലിൻ്റെ ഒക്കെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനായിട്ടുള്ള ഡയറക്ടർ ജനറലിന് അയച്ചു കൊടുക്കണം. പരാതി പരിഹാര സമിതി യോഗം ചേരുന്നു. യോഗം ചേർന്ന തീയതി മുതൽ അല്ലെങ്കിൽ അവർ തീരുമാനമെടുത്ത അന്ന് തൊട്ട് 2 ആഴ്ചയ്ക്കകം ഇവരുടെ നിർദ്ദേശങ്ങൾ എന്ത് ചെയ്യണം? ഡയറക്ടർ ജനറലിന് അയച്ചു കൊടുക്കേണ്ടതാണ്. ഓരോ തടവുകാരനും പരാതി എഴുതി അയക്കുന്നതിനുള്ള പൂർണ്ണ അവസരം നൽകേണ്ടതും അങ്ങനെയുള്ള ഹർജികളും പരാതികളും പരിഹാര സമിതി മുഖേന പരിഹരിക്കേണ്ടതുമാണ്. അപ്പോൾ പ്രിസണിലുള്ള ഓരോ തടവുകാരനും പരാതികളോ നിർദ്ദേശങ്ങളോ എന്തെങ്കിലും തന്നെ ഉണ്ടെങ്കിൽ അത് എഴുതി കൊടുക്കാനുള്ള അവസരം ഉണ്ടാക്കണം. ആ പറയുന്ന പരാതികളൊക്കെ എന്ത് ചെയ്യണം? കൃത്യമായി പരിഹരിക്കപ്പെടേണ്ടതും ആരുടെ ഉത്തരവാദിത്തമാണ്? പരാതി പരിഹാര സമിതിയുടെ ഉത്തരവാദിത്തമാണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ 80ാമത്തെ സെക്ഷൻ പരാതി പരിഹാര സമിതിയാണ്. ആ സമിതി രൂപീകരിക്കുക. 3 മാസത്തിനോ അതിൽ കൂടുതലോ ഒരു കാലയളവിലേക്ക് എന്ത് ചെയ്യുക? യോഗം ചേരുക. ആ യോഗത്തിൽ എന്തെങ്കിലും തീരുമാനമുണ്ടെങ്കിൽ അത് 2 ആഴ്ചയ്ക്കകം ഡയറക്ടർ ജനറൽ അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ മറ്റ് തടവുകാരെ സംബന്ധിക്കുന്ന എന്തെങ്കിലും പരാതികളൊക്കെ ഉണ്ടെങ്കിൽ അത്തരം പരാതി സ്വീകരിക്കുന്നതിനും അതിൽ നടപടിയെടുക്കാനും നമ്മൾ ഉത്തരവാദിത്തം ആർക്കുണ്ട്? പരാതി പരിഹാര സമിതിക്കുണ്ട്. അപ്പം അത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? ഇപ്പം 80ാമത്തെ സെക്ഷനാണ് പരാതി പരിഹാര സമിതികളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പോൾ 18ാമത്തെ അധ്യായത്തിലെ പ്രധാനപ്പെട്ടൊരു ഭാഗം എന്ന് പറയുന്നത് അതാണ്.
ഇനി നമുക്ക് 19ാമത്തെ അധ്യായത്തിലേക്ക് പോവാം. 19ാമത്തെ അധ്യായത്തിൽ പറയുന്നത് പ്രിസണിലുള്ള കുറ്റങ്ങളും ശിക്ഷകളെ കുറിച്ചുമാണ്. അപ്പൊ പ്രിസണിലെ കുറ്റങ്ങളും ശിക്ഷകളെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് 19ാമത്തെ അധ്യായത്തിൽ വരുന്നത്. പ്രിസണിനുള്ളിൽ കുറേ തടവുകാരുണ്ട്. ഇവർ പല തരത്തിലുള്ള കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യാൻ ഉള്ളൊരു സാധ്യത കൂടുതലാണ്. അപ്പോൾ അവിടെ കുറച്ച് നിയമങ്ങളുണ്ട്. അത് ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, അവരവിടെ പാർപ്പിക്കാൻ പറ്റൂ. അപ്പോൾ അതൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ അത്തരത്തിലുള്ള തടവുകാർക്ക് ചെയ്യുന്ന കുറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് സെക്ഷൻ 81 പറയുന്നു. സെക്ഷൻ 81 പറയുന്നു തടവുകാർ ചെയ്യുന്ന കുറ്റങ്ങളെ കുറിച്ച് പറയുകയാണ്. അപ്പം അത് കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഞാൻ കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്ത് നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്തിരിക്കുന്ന രീതിയിലാണ്. അപ്പം അതൊന്ന് വായിച്ചു പോകാം. പ്രിസണിലെ ചട്ടങ്ങളോ റെഗുലേഷനുകളോ എന്ത് ചെയ്യുക, അനുസരിക്കാതിരിക്കുക. അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻ അനുസരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന കുറ്റമായിട്ട് കണക്കാക്കുന്നതാണ്. ഇനി ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ്റെ അനുവാദം കൂടാതെ ഇവരെ പാർപ്പിച്ചിരിക്കുന്ന ഒരു സ്ഥലമുണ്ടാകും, അല്ലെങ്കിൽ ഇവരെ കുറച്ച് കൂട്ടമായിട്ട് അല്ലെങ്കിൽ 2-3 പേര് ഒന്നിച്ചായിരിക്കും. ഈ കൂട്ടത്തിൽ നിന്നൊക്കെ മാറിപ്പോവുക, അല്ലെങ്കിൽ ഇവരെ ഇരുത്തിയിരിക്കുന്ന അവർക്ക് നിയോഗിച്ചിരിക്കുന്ന സ്ഥലത്തല്ലാതെ മറ്റ് സ്ഥലത്തേക്കൊക്കെ പോവുക എന്ന് പറയുന്നത് പ്രിസണിനെ സംബന്ധിച്ചൊരു കുറ്റമാണ്. അപ്പോൾ അത്തരം പ്രവർത്തികൾ ചെയ്യുക. ഇനി അവിടെ എന്തെങ്കിലും വസ്ത്രം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വസ്ത്രം ഉപേക്ഷിക്കുക, ധരിക്കാൻ വിസമ്മതിക്കുക, മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യുക, അല്ലെങ്കിൽ കേടുവരുത്തുക ഒക്കെ എന്ന് പറയുന്നത് കുറ്റകരമാണ് എന്ന് ഓർത്ത്. അപ്പം കൊടുത്തിരിക്കുന്ന വസ്ത്രം എന്ത് ചെയ്യുക, ധരിക്കാതിരിക്കുക, അത് ധരിക്കാൻ വിസമ്മതിക്കുക, മറ്റുള്ളവർക്ക് കൈമാറുക എന്നിങ്ങനെ പറയുന്നതൊക്കെ എന്താണ്, പ്രിസണിലെ കുറ്റമാണ്. ആ ഒരു കുറ്റമായിട്ട് അവിടെ കണക്കാക്കുന്നതാണ്. ഇനി ഈ പറയുന്ന വസ്ത്രത്തിലോ ബാഡ്ജിലോ ഒക്കെ ഇവർക്ക് പ്രിസണിൽ നമുക്ക് അറിയാം നമ്പറുകൾ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. ഈ പറയുന്ന എന്തെങ്കിലും നമ്പറുകളിൽ മാറ്റം വരുത്തുക, അല്ലെങ്കിൽ അവർക്ക് കൊടുത്തിരിക്കുന്ന അടയാളമോ ബാഡ്ജോ നീക്കം ചെയ്യുകയോ നീക്കം ചെയ്യാൻ ശ്രമിക്കുകയോ ഒക്കെ ചെയ്യുന്നത് എന്താണ്, അവിടെ ഈ പറയുന്ന കുറ്റമായി കണക്കാക്കുന്നതാണ്. അപ്പം ഒരു തടവുകാരെ സംബന്ധിച്ച് അവർക്ക് കൊടുത്തിരിക്കുന്ന വസ്ത്രത്തിലുള്ള ഏതെങ്കിലും അടയാളമോ ബാഡ്ജോ ഒക്കെ നീക്കം ചെയ്യാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ നീക്കം ചെയ്യുകയോ ചെയ്താൽ അവിടെ ഒരു കുറ്റമായി കണക്കാക്കുന്നതാണ്. അപ്പം ഇത്തരം കുറ്റങ്ങളെക്കുറിച്ചൊക്കെ ഇവിടെ സെക്ഷനാണ് പറയുന്നത് 81. പിന്നെ എന്തൊക്കെയാണ് പറയുന്നത് നോക്കാം. അവർക്ക് കൊടുക്കുന്ന കിടക്കകൾ, പുതപ്പുകൾ, വസ്ത്രങ്ങൾ, എല്ലാ കാര്യങ്ങളും വൃത്തിയായി സൂക്ഷിക്കുന്നതിന് എന്തെങ്കിലും വിസമ്മതിക്കുകയോ നിരസിക്കുകയോ ചെയ്താൽ അത് കുറ്റമാണ്. ഇനിയും ഏതെങ്കിലും തടവുകാരുമായി വഴക്ക് കൂടിക്കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാണ്, അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വഴക്കുകൾ അവിടെ ഒരു കുറ്റകരമാണ്. മറ്റൊന്ന് എന്താണ്, അവിടെ എന്തെങ്കിലും വിളക്കുകളുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും താഴുകളുണ്ട്, അല്ലെങ്കിൽ പ്രിസണിലെ മറ്റു വസ്തുക്കൾ ഏതെങ്കിലും വിധത്തിൽ കേടുവരുത്തിയ, അപ്പോൾ ഒരു പ്രിസണിലെ എന്തെങ്കിലും വസ്തുക്കൾക്ക് കേടുവരുത്തിയാൽ അതൊരു കുറ്റമായി കണക്കാക്കുന്നതാണ്. മറ്റൊരു പ്രിസണിലെ മറ്റ് തടവുകാരനെയോ ഒരു പ്രിസൺ ഉദ്യോഗസ്ഥനെയോ കയ്യേറ്റം ചെയ്യുകയോ കുറ്റകരമായ ബലം പ്രയോഗിക്കുകയോ ചെയ്യാം. അപ്പം പ്രിസണിനകത്ത് ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാവാം, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യുക, ഇതൊക്കെ കുറ്റകരമായിട്ടുള്ള കാര്യമാണ്. ഇനി അവിടെ തറയിലോ വാതിലിലോ ഭിത്തിയിലോ ഒക്കെ തന്നെ തുപ്പുക, അതുപോലെ തന്നെ മലിനമാക്കുക എന്നൊക്കെ പറയുന്നത് അവിടെ എന്താണ്, കുറ്റകരമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഏതെങ്കിലും വിധത്തിലൊക്കെ പ്രിസണിൻ്റെ ചുറ്റുപാടൊക്കെ മലിനമാക്കിയാൽ അത് പ്രിസൺ നിയമങ്ങൾക്ക് വിധേയമാകുന്നതല്ല, അത് കുറ്റകരമാണ്. ക്ലിയർ ആണല്ലോ? അപ്പം ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിക്കുമ്പോൾ നിങ്ങൾ PDF ഡൗൺലോഡ് ചെയ്ത് വായിക്കുന്ന സമയത്ത് ഒന്ന് വായിച്ച് പോയാൽ മതി. നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം തടവുകാർക്ക് ജോലി നൽകിയിട്ടുണ്ട്, ആ ജോലി ചെയ്യാതിരിക്കുക, മതിയായ കാരണങ്ങളില്ലാതെ ജോലി ചെയ്യാൻ വിസമ്മതിച്ചാൽ അത് അവിടുത്തെ കുറ്റമായി കണക്കാക്കുന്നതാണ്. അവർക്ക് ഹിസ്റ്ററി ബുക്കിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു. അത്തരത്തിലെ ഹിസ്റ്ററി ബുക്കോ റെക്കോർഡോ രേഖയോ ഒക്കെ കേടുവരുത്തിയാൽ എന്താണ്, കുറ്റമായി കണക്കാക്കുന്നുണ്ട്. ഇനി മറ്റൊന്ന് നിരോധിത വസ്തുക്കളുണ്ട്. അപ്പോൾ ഈ തരത്തിലുള്ള ഏതെങ്കിലും നിരോധിത വസ്തുക്കൾ സ്വീകരിക്കുകയോ കൈവശം വെക്കുകയോ അല്ലെങ്കിൽ ജയിലിന് പുറത്തേക്ക് അയക്കുന്നതിനായിട്ട് എന്താണ്, ഏതെങ്കിലും നിരോധിത വസ്തു കൈമാറ്റം ചെയ്യുകയോ ചെയ്യുവാണെങ്കിൽ ഇതെന്ത് ചെയ്യാറുണ്ട്, കുറ്റകരമാണ്. അപ്പോൾ നിരോധിത വസ്തുക്കൾ അകത്തോട്ടും പുറത്തോട്ടും പോകാൻ പാടില്ല. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ കൈവശം വെച്ചാലും എന്താണ്, കുറ്റകരമാണ്. ഇനി മറ്റൊന്നെന്ന് പറയുന്നത് കയ്യിൽ കത്തികൾ, അതുപോലെ തന്നെ റേസർ ബ്ലേഡുകൾ, കത്രികകൾ, ആണികൾ, ഹാക്സോ ബ്ലേഡുകൾ മുതലായവ ഏതെങ്കിലും തരത്തിൽ ഒരു കുറ്റവാളി ഒരു തടവുകാരൻ കൈവശം വെച്ച് കഴിഞ്ഞാൽ അതെന്താണ്, കുറ്റമാണ്. ഇനി എന്താണ്, അനധികൃതമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ, പാചക പാത്രങ്ങളൊക്കെ എന്ത് ചെയ്യുക, കൈവശം വെക്കുന്നത് എന്താണ്, കുറ്റകരമായി കണക്കാക്കുന്നുണ്ട്. എണ്ണകൾ, വിളക്കുകൾ, അവിടെ എന്തൊക്കെ കാര്യങ്ങളാണോ ഒരാൾക്ക് ലഭിക്കുന്നത് അതിനപ്പുറത്തേക്ക് ഒരു കാര്യങ്ങൾ അനധികൃതമായിട്ട് വെച്ചു കഴിഞ്ഞാൽ അവിടെ എന്താണ്, കുറ്റകരമായിട്ടാണ് കണക്കാക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി അടുത്തത് എന്താണ്, അധികാരമുള്ള ആളുകൾക്കൊഴികെ ഏതെങ്കിലും ആളിന് എഴുത്തോ വാക്കാലോ അടയാളമായോ
മൊബൈൽ ഫോൺ വഴിയോ മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വഴിയോ സന്ദേശങ്ങൾ അയക്കുക. നമ്മൾ സിനിമയിലൊക്കെ കാണുന്നുണ്ടല്ലേ, ഈ ജയിലിനകത്ത് ഇരുന്നിട്ട് ഫോൺ വിളിക്കുക, സിമ്മൊക്കെ പലയിടത്ത് ഇതൊക്കെ വെക്കുക. അപ്പോൾ അതൊക്കെ എന്താണ്, കുറ്റകരമാണ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. ഏതെങ്കിലും സ്ഥലമോ വസ്തുവോ മലിനപ്പെടുത്തുക, അതെല്ലാം കൂടി ഇൻക്ലൂഡഡ് ആണ്. അടുത്തത്, എന്തെങ്കിലും മറ്റു തടവുകാരുടെ മനസ്സിൽ എന്തെങ്കിലും ആപത്ത്, ഭയം ഉണ്ടാക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഭീഷണിപ്പെടുത്തുക, ഇതൊക്കെ ചെയ്യുന്നത് എന്താണ്, ഇത്തരം പ്രവർത്തികളൊക്കെ കുറ്റകരമാണ്. ഇനി ഏതെങ്കിലും ലഹളയോ വിപ്ലവത്തിലോ പങ്കെടുക്കുകയോ മറ്റു തടവുകാരനോ അല്ലെങ്കിൽ തടവുകാരെയോ ലഹളയോ വിപ്ലവമോ നടത്താൻ പ്രേരിപ്പിക്കുകയോ ചെയ്യുക എന്ന് പറയുന്നത് കുറ്റകരമാണ്. അതുപോലെ തന്നെ പ്രിസണിൻ്റെ സെല്ലിനുള്ളിലെ ബാരക്കിലോ ഏതെങ്കിലും സ്ഥലത്തോ അനധികൃതമായിട്ട് ഭക്ഷണം പാചകം ചെയ്യുക. ഓരോ പ്രിസണിലും അടുക്കളയുണ്ട്, അവിടെയാണ് ഭക്ഷണം പാചകം ചെയ്യുന്നത്. അതല്ലാതെ മറ്റേതെങ്കിലും സ്ഥലത്ത് ഭക്ഷണ പാചകം ചെയ്യാമെന്നോ അനുവദനീയമല്ല. അങ്ങനെയുണ്ടെങ്കിൽ അത് കുറ്റകരമാണ്. കുറേ കുറ്റങ്ങളുണ്ട്, നമ്മളിങ്ങനെ ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്, നമുക്കറിയാം, ഓർത്തിരിക്കാൻ എളുപ്പമുള്ള കാര്യങ്ങളാണ്. ഇനി മറ്റുള്ളവരുടെ വസ്തുക്കൾ മോഷ്ടിക്കുക, കേടുവരുത്തുക, അത്തരത്തിൽ വികൃതമാക്കുക, അപഹരിക്കുക, ഇതൊക്കെ എന്ന് പറയുന്നത് എന്താണ്, തെറ്റാണ്. അതിൽ പ്രിസണുമായി ബന്ധപ്പെടുന്ന പ്രിസണിൻ്റെ സ്വത്തുക്കളോ തടവുകാരുടെ മറ്റ് വസ്തുക്കളോ ഒക്കെ ഇത്തരത്തിൽ മോഷ്ടിക്കുന്നതുമൊക്കെ കുറ്റകരമാണ്. ഇനി പ്രക്ഷോഭമോ രാഷ്ട്രീയത്തിൻ്റെയോ ജാതിയുടെയോ മതത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള മറ്റു നിരോധിത പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക, ഇത് കുറ്റകരമാണ്. അതായത് പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുക, അതൊരു രാഷ്ട്രീയത്തിൻ്റെ മതത്തിൻ്റെ പേരിലും ഒരു പ്രിസണിനകത്ത് പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ അതെന്താണ്, കുറ്റകരമാണ്, അതവിടെ അനുവദനീയമല്ല. ഇനി പ്രിസൺ കുറ്റം ചെയ്യുന്നതിന് പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നതിന് ഗൂഢാലോചന നടത്തുക ചെയ്യാം. ഇനി ഒരു പ്രിസണിനകത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗൂഢാലോചന നടത്തി അതിന് കുറ്റം ചെയ്യാനായിട്ട് ഒരു കൂട്ടം ആളുകളെ ഇതിനെ പ്രലോഭിപ്പിച്ചുകൊണ്ട് വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതും എന്താണ്, കുറ്റകരമാണ്. നിർണ്ണയിക്കപ്പെടാവുന്ന പ്രകാരമുള്ള മറ്റെന്തെങ്കിലും അനധികൃതമായോ നിയമവിരുദ്ധമായോ നിയമാനുസൃതമല്ലാത്തതായോ പ്രവർത്തികൾ ചെയ്യുക. അപ്പോൾ ഇത്തരത്തിൽ ഈ നിയമത്തിൽ പറയുന്ന പ്രകാരം പ്രിസണിലെ നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും വിധേയമാകാതെ മറ്റ് പ്രവർത്തനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെ സെക്ഷൻ 81 പ്രകാരം എന്താണ്, കുറ്റമാണ്. ആ തടവുകാർ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ എന്ന് പറയുന്ന സെക്ഷനകത്തേക്ക് പോകുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ നമുക്ക് ഓർക്കാം. നമ്മളൊരു പ്രിസണിലേക്ക് എല്ലാവരും കൊണ്ടുപോകുന്നത് എന്തിനാണ്, പുതിയ തെറ്റ് ചെയ്ത് കുറ്റം എന്ന് പറയുന്നൊരു കാര്യം ചെയ്തു ശിക്ഷിക്കപ്പെട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതേ കുറ്റങ്ങളൊക്കെ അവിടെ ആവർത്തിക്കുകയാണ്. അവരുടെ നിയമങ്ങൾക്കനുസരിച്ച് നടക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, കുറ്റം എന്ന് പറയുന്ന ഒരു സെക്ഷനകത്തേക്കാണ് വരുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് തടവുകാർ ചെയ്യുന്ന കുറ്റം എന്ന് പറയുന്ന ഒരു സെക്ഷനകത്തേക്ക് വരുന്നത്. ഇനി ആ പ്രിസൺ കുറ്റങ്ങൾക്കുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് 82ാമത്തെ സെക്ഷനാണ്. 81ലാണ് നമ്മൾ കുറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പ്രിസൺ കുറ്റങ്ങൾക്കുള്ള ശിക്ഷാ നടപടികളെക്കുറിച്ച് സെക്ഷൻ 82ലാണ് പറയുന്നത്. അത്തരം ശിക്ഷാ നടപടികൾക്ക് അത് കൊടുക്കാനുള്ള അല്ലെങ്കിൽ അത് എന്താണെന്ന് പറയാനുള്ള അധികാരം സൂപ്രണ്ടിനാണ് കേട്ടോ. പ്രിസൺ സൂപ്രണ്ടാണ് എന്ത് ചെയ്യേണ്ടത്, സ്വമേധായോ അല്ലെങ്കിൽ അതിനുവേണ്ടി അദ്ദേഹം അധികാരം ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥനോ മുഖേന 81ാം വകുപ്പിൽ നിർദ്ദേശിച്ചിട്ടുള്ള ഏതെങ്കിലും പ്രിസൺ കുറ്റം ചെയ്ത ആളെ ആരോപണങ്ങൾ സംബന്ധിച്ച് അന്വേഷണം നടത്തുകയും ശിക്ഷകൾ ചുമത്താവുന്നതുമാണ്. അപ്പം ഈ പറയുന്ന 81ാമത്തെ സെക്ഷൻ നമ്മൾ കുറേ കുറ്റങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഈ കുറ്റങ്ങൾ ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് ഒരു പരാതി ലഭിച്ചാലോ ഇത് കണ്ടെത്തി കഴിഞ്ഞാലോ എന്ത് ചെയ്യുക, അന്വേഷണം നടത്തുക. അന്വേഷണം നടത്തിയിട്ട് ഉചിതമായ നടപടി സ്വീകരിക്കാനുള്ള അധികാരം ആർക്കാണ്, 82ാം സെക്ഷൻ പ്രകാരം അത് പ്രിസൺ സൂപ്രണ്ടിനാണ്. ക്ലിയർ ആണല്ലോ. അപ്പം അതുമായി ബന്ധപ്പെടുന്ന സെക്ഷൻ എത്രയാണ്, 82ാമത്തെ സെക്ഷനാണ്. ഇനി 83ലേക്ക് നമുക്ക് പോവാം. ശിക്ഷ നൽകുന്നതിന് അന്വേഷണങ്ങൾ നടത്തുന്നതിനുമുള്ള നടപടിക്രമം. അപ്പം ശിക്ഷ നൽകാനായിട്ട് അന്വേഷണങ്ങൾ നടത്തണം, അതുമായി ബന്ധപ്പെടുന്ന നടപടിക്രമത്തെക്കുറിച്ച് സെക്ഷൻ 83 പറയുന്നു. ഏതൊരു തടവുകാരനും അയാൾക്കെതിരെ ആരോപിക്കപ്പെട്ട കുറ്റകൃത്യത്തെക്കുറിച്ച് അയാളെ അറിയിക്കാത്ത പക്ഷവും അയാളുടെ എതിർവാദത്തിന് ന്യായമായ ഒരവസരം നൽകാതെയും 81ാം വകുപ്പിൽ നിർവചിച്ചിട്ടുള്ള കുറ്റകൃത്യങ്ങൾക്ക് യാതൊരു ശിക്ഷയും നടപ്പാക്കാൻ പാടുള്ളതല്ല. അപ്പം 81ൽ പറഞ്ഞിട്ടുള്ള കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷ 82ൽ സൂപ്രണ്ടാണ് പറയേണ്ടത്. അപ്പം ഇത്തരത്തിൽ ഒരു കുറ്റത്തിന് ശിക്ഷ പറയുന്നതിന് മുമ്പ് സൂപ്രണ്ട് ആദ്യം ചെയ്യേണ്ടത് കുറ്റാരോപിതനായ വ്യക്തി ഉണ്ടാവും, ആ വ്യക്തിയെ കൂടി എന്ത് ചെയ്യണം, പരിഗണിച്ച് അയാൾക്ക് പറയാനുള്ളത് കേൾക്കണം. അയാൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാതെ ഒരു ശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ ആ ശിക്ഷാ നടപടി നടപ്പാക്കാൻ കഴിയില്ല എന്ന് പറയുന്ന സെക്ഷൻ എത്രയാണ്, 83ാമത്തെ സെക്ഷനാണ്. അപ്പം തടവുകാരുടെ കുറ്റവും ശിക്ഷയുമായി ബന്ധപ്പെടുന്ന സെക്ഷനാണ് ഈ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന 81ഉം 82ഉം 83ാമത്തെ സെക്ഷനും നമ്മളിപ്പോൾ പഠിച്ചത്. അപ്പം അത്രയും കാര്യങ്ങളൊക്കെ ക്ലിയർ ആണല്ലോ. ഓക്കെ. അപ്പം ശിക്ഷാ നടപടികൾ സൂപ്രണ്ടിൻ്റെ ഉത്തരവാദിത്തമാണ്. ഇനി നമുക്ക് 84ാമത്തെ സെക്ഷനിലേക്ക് പോവാം.
നീചമായ കുറ്റം ചെയ്യുന്നതിന്മേലുള്ള നടപടിക്രമം. അപ്പം എന്തെങ്കിലും ചെറിയ ചെറിയ കുറ്റങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ 81 പഠിച്ചു. അതല്ലാതെ ഏതെങ്കിലും വലിയ കുറ്റങ്ങളൊക്കെ അവിടെ ചെയ്യുകയാണെങ്കിൽ അത്തരമുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ളത് നമ്മുടെ സെക്ഷൻ 84 പറയുന്നത്. കുറച്ച് വലിയതായിട്ടാണ്, അതൊരു ഒറ്റ പാരഗ്രാഫായിട്ടാണ് നമ്മുടെ നിയമത്തിൽ കൊടുത്തിട്ടുള്ളത്. ഏതെങ്കിലും ഒരു തടവുകാരൻ ജയിലിലടക്കുന്നതിനെതിരെയുള്ള ഏതെങ്കിലും കുറ്റത്തിന് അപരാധിയാവുകയാണെങ്കിൽ അത്തരം കുറ്റങ്ങൾ അയാൾ നിരന്തരം ചെയ്യുന്നു. അപ്പം ജയിലിലടച്ച ശേഷം നിരന്തരം ഒരു വ്യക്തി അത്തരം കുറ്റങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാരണത്താലോ അല്ലെങ്കിൽ ഈ ആക്ട് പ്രകാരം ആ വ്യക്തിക്ക് നൽകാൻ അധികാരമുള്ള ഏതെങ്കിലും ശിക്ഷ നൽകി മതിയായി ശിക്ഷിക്കാൻ കഴിയില്ലെന്ന് സൂപ്രണ്ടിന് അഭിപ്രായമുണ്ടായെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഒരു വ്യക്തി ഒരു പ്രിസണിനകത്തേക്ക് ചെല്ലുന്നു, അവിടെ കുറച്ച് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നു, ഇത് പുള്ളി ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ നിയമത്തിൽ പറയുന്ന ശിക്ഷകളൊന്നും കൊടുത്താൽ എന്ത് ചെയ്യില്ല, മതിയാവില്ല ആ വ്യക്തിക്ക് എന്ന് സൂപ്രണ്ടിന് അഭിപ്രായമുണ്ട് എന്നുണ്ടെങ്കിൽ സൂപ്രണ്ട് അത്തരം തടവുകാരെ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ വിവരിച്ചുകൊണ്ട് പ്രസ്താവന സഹിതം ഒരു റിപ്പോർട്ട് ആർക്ക് നൽകണം? ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനോ അതിനധികാരതയുള്ള ഏതെങ്കിലും ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനോ അയക്കാവുന്നതും ആ മജിസ്ട്രേറ്റ് അതിന്മേൽ അന്വേഷണം നടത്തേണ്ടതും തടവുകാരനെതിരെ കൊണ്ടുവന്ന ചാർജ് വിചാരണയ്ക്കെടുക്കേണ്ടതുമാണ്. അപ്പം അത്തരം സാഹചര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ സൂപ്രണ്ട് ഇതെല്ലാം കൂടി വിവരിച്ചുകൊണ്ട് ആർക്ക് എഴുതും? ഒന്നുകിൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനോ അല്ലെങ്കിൽ ആർക്കാണ്? ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനോ എന്ത് ചെയ്യുന്നുണ്ട്? ഇതെല്ലാം വിവരിച്ചുകൊണ്ടൊരു കത്ത് എഴുതും. അത് ലഭിച്ചു കഴിഞ്ഞാലുടൻ പിന്നീട് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത് എന്ത് ചെയ്യണം, ഇത് എന്താണ് ഈ പറയുന്ന കുറ്റകൃത്യങ്ങൾക്ക് അടിസ്ഥാനമാക്കി ഇത് വിചാരണയ്ക്ക് എടുക്കേണ്ടത് എന്നുള്ളത് ഏത് സെക്ഷനിലാണ് പറയുന്നത്? 84 സെക്ഷനിൽ പറയുന്നു. അപ്പം കൃത്യമായിട്ട് നമ്മുടെ ഒരു നിയമത്തിലേക്ക് പറയുന്ന ശിക്ഷാ നടപടികൾ ഒന്നും മതിയാകുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ, അങ്ങനെ അഭിപ്രായം സൂപ്രണ്ടിനുണ്ടെങ്കിൽ സൂപ്രണ്ട് എന്ത് ചെയ്യുക? അടുത്ത അതോറിറ്റി ആരാണ്? ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ എന്താണ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനൊരു ഇത് കൊടുക്കുക, പരാതി കൊടുക്കുക. അത്തരം സാഹചര്യങ്ങൾ പിന്നീട് അവരാണ് പ്രോട്ടോകോൾ അനുസരിച്ച് എന്ത് ചെയ്യേണ്ടത്? വിചാരണ നടത്തേണ്ടതും എന്താണോ ചാർജ് എന്ന് വെച്ചാൽ അത് തീരുമാനിക്കേണ്ടതും. അപ്പം അത് ഏത് സെക്ഷനാണ്? സെക്ഷൻ 84 സെക്ഷൻ. ക്ലിയർ ആണല്ലോ? അപ്പം 84 സെക്ഷനാണ് നീചമായ കുറ്റം ചെയ്യുന്നതിന്മേലുള്ള എന്താണ് നടപടിക്രമം എന്താണ് എന്നുള്ളത് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പം അത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇനി അടുത്തത്, ഈ പറയുന്ന കുറ്റസ്ഥാപനത്തിന്മേൽ 3 വർഷം വരെ ആകാവുന്ന തടവ് നൽകി അയാളെ ശിക്ഷിക്കേണ്ടതാണ്. അപ്പം അദ്ദേഹത്തിന് ശിക്ഷാ കാലാവധി എന്ന് പറയുന്നത് 3 വർഷം വരെ തടവാകുന്ന കാലാവധിയിൽ അയാളെ ശിക്ഷിക്കാവുന്നതും അത്തരം കാലയളവിൽ ആ തടവുകാരൻ അപ്രകാരം ചെയ്ത സമയത്ത് കുറ്റം ചെയ്ത സമയത്ത് അനുഭവിക്കുകയായിരുന്ന ഏതെങ്കിലും കാലയളവിലേക്കുള്ള തടവിന് പുറമെ ഒന്നുമില്ല. നമ്മൾ മജിസ്ട്രേറ്റിന് കത്ത് കൊടുക്കുന്നു. അപ്പം അത്തരം വിചാരണ നേടിയെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താണ്? 3 വർഷം വരെ എന്ത് ചെയ്യുക? തടവ് കൂടി പറയുക. അപ്പം ഈ ഒരു ശിക്ഷാ കാലാവധി എന്ന് പറയുന്നത് ഓൾറെഡി അയാൾ ഏത് കുറ്റത്തിനാണോ ശിക്ഷിക്കപ്പെട്ടുള്ളത് അതിന് പുറമെ എന്ത് ചെയ്യണം? 3 വർഷം കൂടി തടവ് അനുഭവിക്കണം. അത്രയും ഓർത്താൽ മതി. അപ്പോൾ അതും എന്ത് ചെയ്യുന്നുണ്ട്? 84 സെക്ഷനിൽ പറയുന്നുണ്ട്. ഒരേ കുറ്റം തന്നെ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്, വീണ്ടും അത്തരം നിരന്തരം കുറ്റങ്ങൾ ആവർത്തിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് എന്നുള്ള അഭിപ്രായമൊക്കെ വരുന്ന സമയത്താണ് വിചാരണയ്ക്ക് വീണ്ടും മജിസ്ട്രേറ്റിൻ്റെ അടുത്തേക്ക് വിടുന്നു. ഇത്തരം സാഹചര്യത്തിൽ ഈ പറയുന്ന കുറ്റം തെളിഞ്ഞു കഴിഞ്ഞാൽ ആ പറയുന്ന വ്യക്തിയെ 3 വർഷത്തേക്ക് കൂടി എന്ത് ചെയ്യാം? തടവ് വിധിക്കാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ എങ്ങനെയാണ്? ഇവർക്ക് ഓൾറെഡി ഒരു ശിക്ഷാവിധി ഉണ്ടാവും, അതിന് പുറമെയാണ് ഈ 3 വർഷം കൂടി അനുഭവിക്കേണ്ടത്. അപ്പം അതേത് സെക്ഷനാണ്? സെക്ഷൻ 84 സെക്ഷൻ. ക്ലിയർ ആണല്ലോ? അപ്പം 84 സെക്ഷൻ നമുക്ക് ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അധ്യായം 20 ഈ ഒരു ഭാഗത്തിൻ്റെ നമ്മുടെ ഈ നിയമത്തിന് 2010 നിയമത്തിന് ഏറ്റവും അവസാനത്തെ അധ്യായമാണ് 20ാമത്തെ അധ്യായം. മിസലേനിയസ് ആയിട്ടുള്ള പലവക എന്ന് പറയുന്നൊരു സെക്ഷനകത്ത് പല കാര്യങ്ങൾ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതുമായി ബന്ധപ്പെടുന്ന കുറച്ച് കാര്യങ്ങളും കൂടി നമുക്ക് നോക്കാം. 89ാമത്തെ സെക്ഷൻ എത്രയാണ്? 89ാമത്തെ സെക്ഷൻ പറയുന്നു സമരത്തിനും പ്രക്ഷോഭത്തിനുമുള്ള നിരോധനം. അപ്പം സമരത്തിനും പ്രക്ഷോഭത്തിനുമുള്ള നിരോധനത്തെക്കുറിച്ച് പറയുന്ന സെക്ഷൻ 89 ഏതെങ്കിലും അഭ്യർത്ഥനയോ ആവശ്യമോ നേടിയെടുക്കുന്നതിനാവശ്യമായിട്ട് പ്രിസണിനകത്ത് ഏതെങ്കിലും സമരം നടത്തുന്നതിനോ പ്രക്ഷോഭം ആരംഭിക്കുന്നതിനോ തുടരുന്നതിനോ പ്രിസൺ ജോലി ചെയ്യുന്ന ഒരാളിനും അവകാശമുണ്ടാകുന്നില്ല. പ്രിസണിനകത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഏതെങ്കിലും ഒരു പ്രത്യേകം ആവശ്യം ഉന്നയിച്ചുകൊണ്ട് യാതൊരു വിധത്തിലുള്ള സമരമോ പ്രക്ഷോഭമോ നടത്താൻ പാടില്ല എന്ന് പറയുന്ന നിയമം സെക്ഷൻ ഏതാണ്? സെക്ഷൻ 89. സമരത്തിനും പ്രക്ഷോഭത്തിനുമുള്ള നിരോധനം. പ്രിസൺ ജോലി ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് സമരത്തിനും പ്രക്ഷോഭത്തിനുമുള്ള നിരോധനം വരുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 89. അത് ഓർത്ത് വെച്ചിരിക്കുക. അധ്യായം 20 ആ ഭാഗം വരുന്നത്. മറ്റൊന്ന് സെക്ഷൻ 91
റിമാൻഡ് ചെയ്ത തടവുകാരെയും വിചാരണ തടവുകാരുടെ കേസുകളിലും പുനഃപരിശോധന നടത്തുക. അപ്പം വിചാരണയ്ക്കൊക്കെ വിധിക്കപ്പെട്ട് ജയിലിൽ അടച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ. അപ്പം അത്തരത്തിൽ പ്രിസണിൽ 1 വർഷത്തിൽ അധികമായി തടവിൽ വെച്ചിരിക്കുന്ന വിചാരണ തടവുകാരുടെ കേസുകളും അതുപോലെ നിയമപ്രകാരം വ്യവസ്ഥ ചെയ്തിട്ടുള്ള പരമാവധി ശിക്ഷയുടെ പകുതിയിലധികം കാലം തടവിൽ കഴിഞ്ഞവരുടേതുമായിട്ടുള്ള കേസുകൾ ഓരോ ജില്ലയിലും ഇനി പറയുന്ന അംഗങ്ങൾ അടങ്ങിയ ഒരു സമിതിയെ കൊണ്ട് പുനഃപരിശോധിക്കണം എന്നാണ് സെക്ഷനിൽ പറയുന്നത്. അപ്പം വിചാരണ തടവുകാരായിട്ട് വന്ന് 1 വർഷത്തോളം മായിട്ട് കഴിയുന്നു, അതുമല്ലാതെ ശിക്ഷയുടെ പകുതിയൊക്കെ കഴിഞ്ഞു പോയവരുണ്ട്, ശിക്ഷയുടെ കാലാവധി പകുതിയിലാണ് കടന്നു പോകുന്നവരെ കുറിച്ചുമൊക്കെ അവരുമായി ബന്ധപ്പെടുന്ന കേസുകളൊക്കെ ഓരോ ജില്ലയിലും ഒരു സമിതി രൂപീകരിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, ആ പറയുന്ന പുനഃപരിശോധന നടത്തണമെന്ന് പറയുന്നു. ആ സമിതിയുടെ മായി ബന്ധപ്പെടുന്ന അംഗങ്ങൾ 1 ജില്ലയിലെ അധികാരിതയുള്ള ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻ ജഡ്ജി ആയിരിക്കണം ചെയർമാൻ ആവേണ്ടത്. അപ്പോൾ ആ സമിതിയുടെ ചെയർമാൻ ആരാണ്? ജില്ലയുടെ അധികാരതയുള്ള ഒരു ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻ ജഡ്ജി ആയിരിക്കും ഇതിൻ്റെ ചെയർമാനായിട്ട് വരുന്നത്. മറ്റംഗങ്ങൾ 1 ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഉണ്ടാകും. മറ്റൊന്ന് എന്താണ്? ബന്ധപ്പെട്ട പ്രസിഡന്റിൻ്റെയോ അല്ലെങ്കിൽ ജയിലിൻ്റെയോ സൂപ്രണ്ടോ അദ്ദേഹം സമിതിയുടെ കൺവീനറും സെക്രട്ടറിയും ആയിരിക്കേണ്ടതാണ്. അപ്പോൾ ഒരു പ്രസിഡന്റ് സൂപ്രണ്ട് അദ്ദേഹമായിരിക്കും സമിതിയുടെ സെക്രട്ടറിയോ അല്ലെങ്കിൽ കൺവീനറോ ആയിരിക്കേണ്ട വ്യക്തിയാണ്. പ്രസിഡന്റ് സൂപ്രണ്ട് ഉണ്ടാവും, ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഉണ്ടാകും, ജില്ലയുടെ അധികാരമുള്ളൊരു ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജി ചെയർമാൻ ആയിരിക്കും അവിടെ. മറ്റൊന്ന് ജില്ലാ സൂപ്രണ്ടോ അല്ലെങ്കിൽ പോലീസ് കമ്മീഷണറോ, അതായത് ജില്ലയിലെ ജില്ലാ സൂപ്രണ്ടോ അല്ലെങ്കിൽ പോലീസ് കമ്മീഷണറോ സമിതിയിൽ അംഗമായിരിക്കും. അധികാരതയുള്ള സബ് ഡിവിഷൻ മജിസ്ട്രേറ്റ് അംഗമായിരിക്കും. ജില്ലാ പ്രൊബേഷൻ ഓഫീസർ എന്തായിരിക്കും? അംഗമായിരിക്കും. അതുപോലെ തന്നെ ബന്ധപ്പെട്ട എക്സൈസ് വനം വകുപ്പുകളുടെ പ്രതിനിധിയും കൂടി ഉൾപ്പെടുന്ന ഒരു സമിതി ഉണ്ടാകും. ഈ സമിതിയാണ് ഈ പറയുന്ന കാലാവധി പകുതിയിലധികം കാലാവധി പൂർത്തിയാക്കിയ തടവുകാരെ കുറിച്ചും വിചാരണ 1 വർഷം പിന്നിട്ട വിചാരണ തടവുകാരെ കുറിച്ചുമുള്ള പുനഃപരിശോധന നടത്തേണ്ട സമിതി. അപ്പോൾ ഈ സമിതിയാണ് എന്ത് ചെയ്യേണ്ടത്? രൂപീകരിച്ചുകൊണ്ട് വേണം ആ ഒരു പുനഃപരിശോധന നടത്താൻ എന്ന് പറയുന്ന സെക്ഷൻ എത്രയാണ്? 91ാമത്തെ സെക്ഷനാണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ 91ാമത്തെ സെക്ഷൻ പുനഃപരിശോധനയുമായി ബന്ധപ്പെടുന്ന സെക്ഷനാണ്. ഇനി 93 സെക്ഷൻ 93 നിയമസഹായവുമായി ബന്ധപ്പെടുന്ന സെക്ഷനാണ്. അപ്പം ജയിലിൽ ഉള്ള തടവുകാർക്ക് നിയമസഹായം ലഭ്യമാക്കണമെന്ന് പറയുന്നതാണ്. അപ്പം അത്തരത്തിൽ സംസ്ഥാനം നിർണയിക്കപ്പെടാവുന്ന പ്രകാരം തടവുകാർക്ക് സൗജന്യ നിയമസഹായം നൽകേണ്ടതാണ് എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 93. സൗജന്യമായിട്ട് തടവുകാർക്ക് സഹായം നൽകാൻ സംസ്ഥാന സർക്കാരിന് കഴിയണം എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 93. 93 സെക്ഷൻ എന്താണ്? നിയമസഹായവുമായി ബന്ധപ്പെട്ട സെക്ഷനാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി അടുത്തത് നമുക്ക് 97ാമത്തെ സെക്ഷനാണ്. ഉത്തമ വിശ്വാസപൂർവം ചെയ്ത പ്രവർത്തികൾക്കുള്ള സംരക്ഷണം. ഉത്തമ വിശ്വാസപൂർവം ചെയ്ത പ്രവർത്തികൾക്കുള്ള സംരക്ഷണമാണ് ഈ ആക്ടിൻ്റെ അല്ലെങ്കിൽ അതിന് കീഴിലുള്ള ചട്ടങ്ങൾക്ക് പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾക്കോ നിർദ്ദേശങ്ങൾക്കോ അനുസൃതമായിട്ട്, അപ്പം ഈ പറയുന്ന നിയമത്തിന് അനുസൃതമായിട്ട് ഉത്തമ വിശ്വാസപൂർവം ചെയ്തതോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതോ ആയ ഏതെങ്കിലും കാര്യം സംബന്ധിച്ച് സർക്കാരിനെതിരെയോ പ്രസിഡന്റുകളിലെയും സംശുദ്ധീകരണ സന്മാർഗീകരണ സേവനങ്ങളുടെ ചുമതല വഹിക്കുന്ന ആൾക്കാർക്കെങ്കിലും എതിരെയോ യാതൊരു വ്യവഹാരമോ പ്രോസിക്യൂഷനോ മറ്റ് നിയമ നടപടിയോ നിലനിൽക്കുന്നതല്ല. അപ്പം എന്താണ് ഈ പറയുന്ന സന്മാർഗീകരണ പ്രവർത്തനങ്ങൾക്കൊക്കെ അടിസ്ഥാനമാക്കി ആ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ട് അതിനു വേണ്ടിയിട്ടുള്ള ഉത്തമ വിശ്വാസപൂർവ്വം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവിടെ ചെയ്യുകയാണെങ്കിൽ അത്തരം പ്രവർത്തികൾക്ക് സംസ്ഥാന സർക്കാരിനെയോ അല്ലെങ്കിൽ അവിടെ ഉള്ള ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ യാതൊരു വിധമായിട്ടുള്ള വ്യവഹാരമോ പ്രോസിക്യൂഷൻ നടപടികളോ എന്ത് ചെയ്യാൻ പറ്റില്ല, മറ്റു നിയമ നടപടികളോ നിലനിൽക്കില്ല എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 97ാമത്തെ സെക്ഷൻ. അപ്പം അത്തരത്തിൽ ഉത്തമ വിശ്വാസപൂർവ്വം ചെയ്ത പ്രവർത്തികൾക്ക് സംരക്ഷണം നൽകുന്ന സെക്ഷൻ ഏതാണ്? 97ാമത്തെ സെക്ഷനാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. അപ്പം അത്തരത്തിൽ എന്തെങ്കിലും പ്രവൃത്തി ചുമതല വഹിക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ള വ്യവഹാരമോ പ്രോസിക്യൂഷൻ നിയമ നടപടികളോ ഒന്നും നിലനിൽക്കില്ല എന്ന് പറയുന്ന സെക്ഷനാണ് 97ാമത്തെ സെക്ഷൻ. മറ്റൊന്ന് പ്രധാനപ്പെട്ട സെക്ഷനാണ് 99ാമത്തെ സെക്ഷൻ. മൊത്തം എത്ര സെക്ഷൻ ഉണ്ടെന്നാണ് ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞേ? 102 സെക്ഷൻ ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട സെക്ഷനൊക്കെയാണ് നമ്മൾ ഈ ക്ലാസ്സുകളിലായിട്ട് പഠിച്ചിട്ടുള്ളത്. 99ാമത്തെ സെക്ഷൻ പറയുന്നത് ചട്ടങ്ങൾ ഉണ്ടാക്കുന്നതിന് സംസ്ഥാന സർക്കാരിനുള്ള അധികാരങ്ങൾ. 2014 ഒരു ചട്ടമുണ്ട്, നമുക്കിനി അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് നോക്കാം. അപ്പോൾ അത്തരം ചട്ടങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് 99ാമത്തെ സെക്ഷനാണ് സംസ്ഥാന സർക്കാരിന്
അധികാരം നൽകുന്നത്. അതാണ് സെക്ഷൻ 99. സംസ്ഥാന സർക്കാരിന് എന്ത് ചെയ്യണം? വിജ്ഞാപനം വഴി ഈ ആക്ടിലെ വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നതിനായി മുൻകാല പ്രാബല്യത്തോടെയോ പിൽക്കാല പ്രാബല്യത്തോടെയോ ഇതിന് പൊരുത്തപ്പെടുന്ന ചട്ടങ്ങൾ എന്ത് ചെയ്യാൻ കഴിയും? ഉണ്ടാക്കാൻ കഴിയുമെന്ന് പറയുന്ന സെക്ഷനാണ് 99. 99 ഒന്നുമില്ല, സംസ്ഥാന സർക്കാരിന് ചട്ടങ്ങൾ നിയമിക്കാം എന്ന് പറയുന്ന സെക്ഷനാണ്. സെക്ഷൻ ഏത്? 99ാമത്തെ സെക്ഷൻ. ഇനി നമുക്ക് 100ാമത്തെ സെക്ഷൻ നോക്കാം. 100ാമത്തെ സെക്ഷൻ പറയുന്നത് ഈ പറയുന്ന ചട്ടങ്ങൾ സംസ്ഥാന നിയമസഭ മുൻപാകെ വെക്കണം. എന്ത് വിജ്ഞാപനം വഴി ഒരു ചട്ടം പുറത്തെടുത്ത് നിയമം വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? അത് നിയമസഭ മുൻപാകെ വെക്കേണ്ട ആവശ്യമുണ്ട് എന്ന് പറയുന്നത് സെക്ഷൻ. അപ്പം നിയമസഭയിൽ വെക്കുക. അപ്പം എന്ത് ചെയ്യുക? ഈ പ്രകാരം ഉണ്ടാക്കുന്ന ചട്ടങ്ങൾ അത് തയ്യാറാക്കിയ ശേഷം എത്രയും വേഗം നിയമസഭയുടെ പരിഗണനയ്ക്ക് വെക്കുക. അപ്പം സഭ സമ്മേളിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തോ ഒരു സമ്മേളനത്തിലോ അല്ലെങ്കിൽ എന്ത് ചെയ്യുക? തുടർച്ചയായ 2 സമ്മേളനങ്ങളായി ആകെ 14 ദിവസക്കാലം എന്ത് ചെയ്യണം? സഭയുടെ മുൻപാകെ വെക്കണം. സഭയിൽ ഇതുമായി ബന്ധപ്പെടുന്ന ചട്ടങ്ങൾ ചർച്ചകൾ വരും. ഒന്നുകിൽ സഭ മാറ്റം വരുത്താൻ പറയുന്ന രീതിയിലുള്ള ഒരു പുതിയ രൂപത്തിലേക്കോ ആയിരിക്കും എന്ത് ചെയ്യുക? ചട്ടം വരിക. അതല്ല, ഈ പറയുന്ന ചട്ടങ്ങൾ നിലനിൽക്കില്ല എന്ന് നിയമസഭയിൽ അത് പാസ്സായില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല? അത് നിലനിൽക്കില്ല. അത്തരം ചട്ടങ്ങൾ പാസ്സാവില്ല. പിന്നീട് അത് എന്ത് ചെയ്യുക? മാറ്റം വരുത്താൻ പറഞ്ഞാൽ മാറ്റം വരുത്തി വരും. വേണ്ടാന്ന് വെച്ചാൽ വേണ്ട, വേണം എന്ന് വെച്ചാൽ വേണം. അപ്പം അതെന്താണ്? നിയമസഭയാണ് ഈ പറയുന്ന ചട്ടങ്ങൾ പാസ്സാക്കുന്നത്. ഓക്കെ. അപ്പോൾ 100ാമത്തെ സെക്ഷൻ പറയുന്നത് സംസ്ഥാന സർക്കാർ എന്ത് ചെയ്യുക? സംസ്ഥാന സർക്കാർ ഈ പറയുന്ന ചട്ടങ്ങൾ നിയമസഭ മുൻപാകെ സമർപ്പിക്കേണ്ടതാണ്, ചർച്ചകൾക്ക് വിധേയമാക്കണം എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 100ാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 102 സെക്ഷനുകളുള്ള ഒരു നിയമത്തിലെ പ്രധാനപ്പെട്ട 100 വരെയുള്ള പ്രധാനപ്പെട്ട സെക്ഷനുകളാണ് നമ്മൾ ഈ കഴിഞ്ഞ 2-3 ക്ലാസ്സുകളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് പരീക്ഷകളിൽ നിങ്ങൾ പ്രീവിയസ് ഇയർ ഒക്കെ ചോദിച്ച ചോദ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 2010 നിയമങ്ങളുമായി ബന്ധപ്പെടുന്ന ചോദ്യങ്ങൾ കുറേ അധികം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ 2010 നിയമവുമായി ബന്ധപ്പെടുന്ന പ്രധാനപ്പെട്ട സെക്ഷനുകളൊക്കെ തന്നെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇത്രയും ക്ലാസ്സുകൾ നിങ്ങൾ കാണുക. നിങ്ങൾ കൃത്യമായിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ പഠിക്കുക. പ്രധാനപ്പെട്ട കാര്യങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്ത് പഠിക്കുക. നിങ്ങൾക്ക് PDF ഒക്കെ ഡൗൺലോഡ് ചെയ്ത് ഏറ്റവും നന്നായിട്ട് നിങ്ങൾ പഠിക്കുക. ജനുവരി 24 പരീക്ഷയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പോർഷൻ പഠിച്ചിട്ട് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അതിൻ്റെ ബാക്കിയുള്ള കുറച്ച് ഭാഗങ്ങൾ കൂടി പഠിക്കാനായിട്ട്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇത്രയാണ് നോക്കുന്നത്. താങ്ക് യു.